ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ 4ാമത്തെ പാഠമാണ്. പൂരം പൊടിപൂരം എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് കേട്ടോ നമ്മൾ ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് STD2 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാടി രസിക്കാം. ആനക്കൊമ്പൻ എന്നുള്ളൊരു പാട്ടാണ് കേട്ടോ നമുക്ക് തന്നിട്ടുള്ളത്. അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പു മുതൽക്കേ ആനയിലിത്തിരി കമ്പം എനിക്കുണ്ടേ, മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ട മരത്തിൻ ചില്ലകൾ ചിന്ത വേണ്ട കരുത്തുണ്ടേ, കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ, കാതുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ 4ഉണ്ടേ, കൂടുതലുണ്ട് കുറുമ്പക്കൊമ്പന് കൂച്ചു വിലങ്ങുണ്ടേ, കൂട്ടിനു നിൽപ്പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ, ആളുകളേറിയ കൗതുകമോടെ കണ്ണെറിയുന്നുണ്ടേ, ആനക്കൊമ്പനെയാകപ്പാടെ കാണാനഴകുണ്ടേ. എനിക്ക് ദേശം എഴുതിയ കവിതയാണ്. എന്താണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? നമുക്കൊന്നുകൂടെ വിശദമായിട്ട് നോക്കാം. ഒരു ആനയുടെ ഭംഗിയെ കുറിച്ച് അല്ലെങ്കിൽ ആനയ്ക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ആനയെ വിവരിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ. എവിടെയാണ് ആനക്കൊമ്പനെ കണ്ടത്? അമ്പലത്തിന്റെ നടയിലാണ് അല്ലെ. മുമ്പ് മുതൽക്കേ ആനയിൽ ഇത്തിരി കമ്പം എനിക്കുണ്ട്. എനിക്ക് ആനയെ കാണുന്നതിന് മുൻപ് മുതൽ തന്നെ, ആദ്യം മുതലേ എനിക്ക് ആനയിൽ ഒരു ചെറിയ കമ്പുണ്ട്. അതായത് ആനയെ എനിക്ക് ഇഷ്ടമാണ്. മുമ്പിൽ തുമ്പ് തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ട്. മുമ്പിൽ എങ്ങനെയുണ്ട്? തലപ്പ് തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കൈ ആനയ്ക്കുണ്ട്. അതായത് ആനയുടെ മുന്നിൽ ഒരു തുമ്പിക്കൈയുണ്ട് ആനയ്ക്ക്. കണ്ട മരത്തിൻ ചില്ലകൾ ചിന്താൻ വേണ്ട കരുത്തുണ്ട്. കാണുന്ന എല്ലാ മരത്തിന്റെയും ചില്ലകൾ ഒടിച്ചിടാനുള്ള കരുത്ത്, ബലം ആനയ്ക്കുണ്ട്. കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ട്. ഇനി കാതുകൾ എങ്ങനെയാണ് ആനയുടെ? കാറ്റിൽ ഇളകുന്ന 2 ചേമ്പിലകൾ പോലെയാണ് ആനയ്ക്കുള്ള 2 കാതുകൾ. അത്രയും വലിയ ചെവികളാണ് ആനയുടേത്. കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ 4ഉണ്ട്. ഇനി ആനയുടെ കാലുകൾ എന്താണ്? കണ്ടാൽ കാലുകൾ പോലെയല്ല, നല്ല കനമുള്ള കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ തൂണുകൾ പോലെയാണ് ആനയുടെ 4 കാലുകൾ. കൂടുതലുണ്ട് കുറുമ്പക്കൊമ്പന് കൂച്ചു വിലങ്ങുണ്ട്. പിന്നെ എന്താണുള്ളത്? ആനയ്ക്കൊരു കൂച്ചു വിലങ്ങുണ്ട്, ചങ്ങല ഇട്ടിട്ടുണ്ട്. കൂട്ടിന് നിൽപ്പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ട്. ആനയുടെ അരികിൽ തന്നെ കുറുവടിയും കൊണ്ട് ഒരു പാപ്പാന് നിൽക്കുന്നുണ്ട്. ആളുകളേറിയ കൗതുകമോടെ കണ്ണെറിയുന്നുണ്ട്. ആളുകൾ എല്ലാവരും കൗതുകത്തോടു കൂടിയിട്ട് ആനയെ നോക്കുന്നുണ്ട്. ആനക്കൊമ്പനെ ആകപ്പാടെ കാണാൻ അഴകുണ്ട്. മൊത്തത്തില് ആനക്കൊമ്പനെ കാണാൻ നല്ല അഴകുണ്ട്, ഭംഗിയുണ്ട്. എഴുതാം. കവിതയിലെ ആനയെക്കുറിച്ച് എഴുതാം. കവിതയിൽ ആനയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് എഴുതാനാണ് ചോദ്യം. അമ്പലത്തിന്റെ നടയിൽ നിൽക്കുന്ന ഒരു കൊമ്പൻ ആനയെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ആനയ്ക്ക് മുന്നിലായി വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന തുമ്പിക്കൈ ഉണ്ട്. കാണുന്ന മരങ്ങളുടെ എല്ലാം ചില്ലകൾ വലിച്ചിടാൻ പാകത്തിലുള്ള കരുത്ത് ആനയ്ക്കുണ്ട്. കാറ്റിലാടുന്ന ചേമ്പിലകൾ പോലെ ചെവികൾ 2 ഉണ്ട്. കരിങ്കൽ തൂണുകൾ പോലുള്ള കാലുകൾ 4 കാലുകൾ ഉണ്ട്. ആനയ്ക്കൊരു കൂച്ചുവിലങ്ങിട്ടിട്ടുണ്ട്. ആനയുടെ കൂടെ കുറുവടിയുമായി പാപ്പാൻ നിൽക്കുന്നുണ്ട്. ആനയെ കാണാൻ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. ആനയെ കാണാൻ നല്ല അഴകുണ്ട്. വായിക്കാം. ഉത്സവത്തിന് ആനയില്ല എന്നാണ് കേട്ടത്. ആനയില്ലാത്ത ഉത്സവമോ? അത് ഉത്സവമാകില്ല. ഹരി പറഞ്ഞത് കേട്ടപ്പോൾ രാഖിയുടെ മറുപടി ഇതായിരുന്നു. അതെന്താ രാഖി, ആനയില്ലാതെയും ഉത്സവം നടത്തിക്കൂടെ? നടത്താം, പക്ഷെ ഉത്സവം കേമനാകണമെങ്കിൽ ആന വേണം. പളപള തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി, നിറയെ തൊങ്ങൽ തൂക്കിയ മുട്ടുകിടയും ചൂടി, ചെവിയും വാലും താളത്തിൽ ആട്ടി നിൽക്കുന്ന കൊമ്പനെ കാണുന്നത് തന്നെ നല്ല ചേലാണ്. അതെ നല്ല ചേലാണ്. പക്ഷേ ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് പാവത്തിന്റെ കാലിലെ തോല് പോയിട്ടുണ്ടാകും രാഖി. അത് ശരിയാണ്. എന്നാലും ഉത്സവം കൊഴിപ്പിക്കാൻ ആന വേണ്ടേ? ഹരിയും രാഖിയും കാത്തുകാത്തിരുന്ന ഉത്സവ ദിവസമെത്തി. എന്തൊരാൾത്തിരക്കാണ് ഉത്സവപ്പറമ്പിൽ. പൂഴി വാരിയിട്ടാൽ താഴെ വീഴില്ല. വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമിർക്കുകയാണ്. നിരനിരയായി പലതരം കച്ചവടങ്ങൾ. ഹരിയും രാഖിയും കാഴ്ചകൾ കണ്ട് ഉത്സവപ്പറമ്പിലൂടെ നടന്നു. ഹരി, നീയല്ലേ പറഞ്ഞത് ഇത്തവണ ആന ഉണ്ടാവില്ല എന്ന്? അങ്ങോട്ട് നോക്ക്, കണ്ടില്ലേ കൊമ്പൻ നിൽക്കുന്നത്? രാഖി ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഹരി നോക്കി. ശരിയാണല്ലോ, വമ്പൻ ഒരു കൊമ്പൻ. അവർ കൊമ്പന്റെ അടുത്തേക്ക് ഓടി.
അടുത്തെത്തിയപ്പോൾ മനസ്സിലായി, ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നീട്ട്. ചെവി ആട്ടുന്നുണ്ട്. കൂടുതൽ സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. കൊമ്പനാനയല്ല, കൊമ്പനാനയുടെ രൂപം. നെറ്റിപ്പട്ടവും മുത്തുകുടയും എല്ലാം ഉണ്ട്. വണ്ടി ഉരുളുമ്പോൾ കൊമ്പനും മുന്നോട്ട് നീങ്ങും. എന്തായാലും നല്ല ചേലായിട്ടുണ്ട്. വണ്ടി ചക്രം പിടിപ്പിച്ച കൊമ്പനെ അവർക്ക് നല്ല ഇഷ്ടമായി. ഈ കൊമ്പനാന എത്ര നേരം റോഡിൽ നിന്നാലും കാല് കൊള്ളില്ല. ഹരി പറഞ്ഞത് കേട്ട് രാഖി ചിരിച്ചു. ഉത്സവ പറമ്പിലെ വേദിയിൽ ഉടൻ തന്നെ ഓട്ടം തുള്ളൽ ആരംഭിക്കുന്നതാണ്. മൈക്കിലൂടെ അറിയിപ്പ് കേട്ട് അവർ അങ്ങോട്ട് നീങ്ങി. മുഖത്ത് ചായം തേച്ച തുള്ളൽക്കാരനെ കാണാൻ നല്ല ചന്തം. തുള്ളൽക്കാരന്റെ നേരം പോക്കുകൾ കേട്ട് ആളുകൾ പൊട്ടിച്ചിരിക്കുന്നു. അവർ ബലൂൺ കച്ചവടക്കാരന്റെ അടുത്തെത്തി. പലതരം ബലൂണുകൾ, നിറമുള്ളത്, വലുത്, ചെറുത്, നീണ്ടത്. ഒരു പമ്പ് കൊണ്ടാണ് ബലൂണിൽ കാറ്റ് നിറയ്ക്കുന്നത്. കാറ്റ് നിറച്ച ബലൂൺ കൈവിരലുകൾ കൊണ്ട് ഒന്ന് തിരിക്കുകയും മറയ്ക്കുകയും ചെയ്യുമ്പോഴേക്ക് അതിന്റെ രൂപം മാറുന്നു. ആനയും കുരങ്ങനും പൂച്ചയും ആപ്പിളും പന്തും, അങ്ങനെ അങ്ങനെ പല രൂപത്തിലും പല തരത്തിലും പല നിറത്തിലും ബലൂണുകൾ. അവിടെ ബലൂണുകളും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. രാത്രിയിലെ ഉത്സവം കാണാൻ ഹരിയും രാഖിയും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയാണ് പോയത്. തൊട്ടടുത്ത വീട്ടിലെ രഹനയും ഉമ്മയും ഒപ്പമുണ്ട്. രഹനയുടെ ഉപ്പ എല്ലാ വർഷവും ഉത്സവത്തിന് വരാറുള്ളതാണ്. ഇക്കൊല്ലം ലീവ് കിട്ടിയില്ലത്രേ. ഉത്സവ പറമ്പിലെത്തിയപ്പോഴാണ് മേഘ്നയെയും ഡെയ്സിയെയും കണ്ടത്. നിറയെ കളർ ബൾബുകൾ, നക്ഷത്രങ്ങൾ താഴേക്കിറങ്ങി വന്നതുപോലെ. പകൽ കണ്ടതിനേക്കാൾ ചന്തമായിട്ടുണ്ട് ഉത്സവപ്പറമ്പ്, അല്ലേ ഹരി? കാഴ്ചകൾ കണ്ട് രാഖി കണ്ണു മിഴിച്ചു. എന്താ മക്കളെ പാഠത്തിൽ നമ്മൾ കണ്ടത്? ഒരു ഉത്സവ പറമ്പല്ലേ. അതിനെ വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ഉത്സവ പറമ്പിൽ മറ്റെന്തൊക്കെ കാണാം? ആനയെ കാണാം, ബലൂണുകൾ കാണാം, പലതരം കച്ചവടക്കാരെ കാണാം, പിന്നെ പടക്കം പൊട്ടുന്നത് കാണാം, പിന്നെ ഇവിടെ ഓട്ടം തുള്ളലുണ്ടല്ലേ. എല്ലാ കലകളും ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റിയേക്കാം. അതുപോലെ തന്നെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഉത്സവം കൂടാനെത്തുന്നവരെയും നമുക്ക് കാണാം. അതും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. രഹനയുടെയും ഡെയ്സിയുടെയും ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്രവർത്തനം നോക്കാം. ഇനി മക്കൾക്ക് പാടി രസിക്കാനായിട്ട് ഒരു തുള്ളൽ പാട്ട് ഇവിടെ തന്നിട്ടുണ്ട്. പാടി നോക്കൂ. ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടി ഒളിച്ചു. വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പൊക്കിതു പലജനം അപ്പോൾ. മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലർ അവിടെ ഒളിച്ചു. കണ്ണുമടച്ചു പുതച്ചു കിടന്നൊരു വണ്ണമുറക്കവും അങ്ങു തുടങ്ങി. കുഞ്ചൻ നമ്പ്യാർ എഴുതിയ തുള്ളൽ പാട്ടാണ്. ഉത്സവ പിറ്റേന്ന് സ്കൂളിൽ പോകുന്ന വഴി അവർ ഉത്സവ പറമ്പിലേക്ക് നോക്കി. ആളും ആരവവുമില്ല. പറമ്പ് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നു. പ്ലാസ്റ്റിക് കവറുകളും വർണ്ണക്കടലാസുകളും ചിതറി കിടക്കുന്നു. മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന ബോർഡിന് മുൻപിൽ അവർ നിന്നു. ചൂടും കുട്ടയുമായി ഒരു സംഘം ആളുകൾ വന്ന് അവിടെ മാകെ വൃത്തിയാക്കി തുടങ്ങി. പ്രത്യേകം തയ്യാറാക്കിയ കുട്ടകളിൽ അവർ മാലിന്യങ്ങൾ ഇട്ടു. എത്ര വേഗമാണ് ഉത്സവപ്പറമ്പ് വൃത്തിയായത്. ഇനി മക്കള് ഒരുമിച്ച് ചൊല്ലേണ്ട ഒരു പ്രതിജ്ഞയാണ് അവിടെ തന്നിട്ടുള്ളത്. ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും താൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ ഭൂതം പിടികൂടി എന്നുള്ള ചെറിയ പാഠത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ഒരു പ്രവർത്തനമൊക്കെ എല്ലാ മക്കൾക്ക് മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിരുന്നെങ്കിൽ നിങ്ങളുടെ കുട്ടികളായിട്ടുള്ള നമ്മുടെ ക്ലാസ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 9ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ വിഷയമാക്കിയിട്ടാണ് കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിനായി വീണ്ടും കാണാം. താങ്ക് യു.